ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ദേശീയ താൽപര്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ മുൻഗണനയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ നേപ്പാൾ സന്ദർശനത്തിന് തുടക്കമായി. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. ട്രെയിൻ ഗതാഗതത്തെ മൂടൽമഞ്ഞ് തടസ്സപ്പെടുത്തി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിലെ 2ാം ദിന മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ ഹൂതി വിമതർക്ക് അന്ത്യശാസനം നൽകി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യരാഷ്ട്രങ്ങൾ. വാർത്തകൾ വിശദമായി. ദേശീയ താൽപര്യം മുൻനിർത്തിയാണ് തന്റെ സർക്കാർ എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം ആദ്യം എന്ന ആശയത്തിലൂന്നി നടപടികൾ സ്വീകരിക്കുന്നതിനാൽ ഏത് കടുത്ത തീരുമാനവും തനിക്ക് ശ്രമകരമായി തോന്നില്ലെന്നും അദ്ദേഹം ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. പാവപ്പെട്ടവരുടെ വിശ്വാസമാണ് തന്റെ ഉറപ്പെന്നും പിന്നാക്കം പോയെന്ന് കരുതിയിരുന്ന ഒരു കാലത്ത് നിന്ന് ഇന്ത്യ ഇപ്പോൾ മുന്നേറുകയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. 2014-ൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ $2 ട്രില്യൺ ആയിരുന്ന സ്ഥാനത്ത് 2023-24 അവസാനത്തോടെ രാജ്യത്തിന്റെ GDP $3.75 ട്രില്യൺ പിന്നിട്ടു. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ മുൻഗണനയെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. പാകിസ്ഥാൻ, ചൈന എന്നീ അയൽ രാജ്യങ്ങളുമായി ഇന്ത്യയ്ക്ക് ക്രിയാത്മകവും സഹകരണാധിഷ്ഠിതവുമായ ബന്ധമാണുള്ളതെന്നും ആവശ്യമെങ്കിൽ രാജ്യം ഉറച്ച നിലപാടുകൾ കൈക്കൊള്ളുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ 2 ദിവസത്തെ നേപ്പാൾ സന്ദർശനത്തിന് തുടക്കമായി. ഇന്ത്യ നേപ്പാൾ സംയുക്ത കമ്മീഷൻ 7ാമത് യോഗത്തിന് സംയുക്ത അധ്യക്ഷത വഹിക്കുന്നതിനായി നേപ്പാൾ വിദേശകാര്യമന്ത്രി NP സൌദിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. നേപ്പാളിലെ മുൻനിര നേതാക്കളുമായി ശ്രീ ജയശങ്കർ കൂടിക്കാഴ്ച നടത്തും. പോയിന്റ് നേടാനുള്ള ഉപാധിയായി കലയെ സമീപിക്കരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം കൊല്ലത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രാവിലെ 9 മണിയോടെ ആശ്രാമ മൈതാനത്ത് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് കൌമാര കലാപൂരത്തിന് പതാക ഉയർത്തി. ചലച്ചിത്ര താരം നിഖിൽ വിമൽ ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്നു. ഗോത്ര കലാവിഷ്കാരം, ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ കലാവിരുന്ന്, സിനിമാ താരം ആശാ ശരത്തും സ്കൂൾ വിദ്യാർത്ഥികളും അവതരിപ്പിച്ച സ്വാഗതഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം എന്നിവയും അരങ്ങേറി. ഹൈസ്കൂൾ വിഭാഗം പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരത്തോടെയാണ് ആശ്രാമത്ത് അരങ്ങുണരുന്നത്. 239 ഇനങ്ങളിലായി 10,000-കണക്കിന് വിദ്യാർത്ഥികൾ മേളയിൽ മാറ്റുരയ്ക്കും. കലോത്സവത്തിന്റെ സമാപന സമ്മേളനം തിങ്കളാഴ്ച പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. നടൻ മമ്മൂട്ടിയാണ് സമാപന സമ്മേളനത്തിലെ മുഖ്യ അതിഥി. കേന്ദ്ര സർക്കാരിന്റെ വികസന ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര കേരളത്തിൽ പര്യടനം തുടരുന്നു. പരിപാടിയോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്കുള്ള സൌജന്യ പാചകവാതക കണക്ഷൻ വിതരണം, സൌജന്യ രക്തപരിശോധനാ ക്യാമ്പ്, കർഷകർക്കുള്ള ഡ്രോൺ പ്രദർശനം, വീഡിയോ പ്രദർശനം എന്നിവയാണ് നടക്കുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ ഗ്രാമീണ മേഖലകളിൽ നാവായിക്കുളം, കരവാരം പഞ്ചായത്തുകളിലാണ് ഇന്നത്തെ പര്യടനം. നഗരപ്രദേശങ്ങളിൽ കേശവദാസപുരം, പട്ടം എന്നിവിടങ്ങളിൽ പര്യടനം നടക്കുന്നു. കോട്ടയത്തെ വെള്ളൂരിലും ചെമ്പിലുമാണ് പരിപാടി. ജില്ലയിൽ ഈ മാസം 17-ന് യാത്ര സമാപിക്കും. എറണാകുളം ജില്ലയിൽ കുന്നത്തുനാട്, കിഴക്കമ്പലം പഞ്ചായത്തുകളിലാണ് ഇന്നത്തെ യാത്ര. പാലക്കാട് ജില്ലയിലെ അലനല്ലൂർ, വടക്കഞ്ചേരി പഞ്ചായത്തുകളിലാണ് പര്യടനം. ശക്തമായ മഴയെ തുടർന്ന് വികസിത് ഭാരത് സങ്കല്പയാത്രയുടെ കണ്ണൂർ ജില്ലയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ ഇന്ന് നടത്തേണ്ടിയിരുന്ന പരിപാടി ഈ മാസം 12-ലേക്ക് മാറ്റിവച്ചതായി നോഡൽ ഓഫീസർ അറിയിച്ചു. കണ്ണൂർ കോർപ്പറേഷനിൽ ഇന്ന് രാവിലെ നടന്ന വികസിത് ഭാരത് സങ്കല്പയാത്ര സംഗീത യാദവ് MP ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ഗവൺമെന്റിന്റെ വികസനക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി സംഘടിപ്പിച്ചു വരുന്ന വികസിത ഭാരത് സങ്കല്പയാത്ര കണ്ണൂരിൽ സജീവമായി മുന്നേറുകയാണ്. ആകെ 57 പഞ്ചായത്തുകളിൽ ഇതിനകം യാത്ര പൂർത്തിയായി കഴിഞ്ഞു. നഗരസഭകളിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, ആന്തൂർ, ശ്രീകണ്ഠപുരം, ഇരിട്ടി, മട്ടന്നൂർ, കൂത്തുപറമ്പ്, പാനൂർ, തലശ്ശേരി എന്നിവിടങ്ങളിൽ ഇതിനകം പൂർത്തിയായിട്ടുണ്ട്. ഇന്ന് രാവിലെ കണ്ണൂർ കോർപ്പറേഷനിലെ കക്കാട്, കുഞ്ഞിപ്പള്ളിയിലാണ് വികസിത ഭാരത് സങ്കല്പയാത്ര എത്തിച്ചേർന്നത്. സംഗീത യാദവ് MP വികസിത ഭാരത് സങ്കല്പയാത്ര കക്കാട്, കുഞ്ഞിപ്പള്ളിയിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പുഴാതിയിലാണ് യാത്ര എത്തിച്ചേരുക. ജമ്മുവിലെ ഷേർ-ഇ കശ്മീർ കാർഷിക സർവകലാശാലയുടെ 8ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഇന്ന് പങ്കെടുക്കും. കത്വയിൽ ഇന്ന് ആരംഭിക്കുന്ന സ്റ്റാർട്ടപ്പ് എക്സ്പോയും ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞ് തുടരുന്നു. 9.4 ഡിഗ്രി സെൽഷ്യസ് താപനിലയാണ് രാജ്യതലസ്ഥാനത്ത് ഇന്ന് രാവിലെ രേഖപ്പെടുത്തിയത്. മൂടൽമഞ്ഞിനെ തുടർന്ന് 26 ട്രെയിനുകൾ വൈകി ഓടുന്നതായി ഉത്തര റെയിൽവേ അറിയിച്ചു. പഞ്ചാബ്, ഹരിയാന, ബീഹാർ, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും അതിശൈത്യം അനുഭവപ്പെടുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ജമ്മു, ഹിമാചൽ, UP, ഉത്തരാഖണ്ഡ്, ഒഡീഷ, പശ്ചിമബംഗാൾ, സിക്കിം, അസം, മേഘാലയ, മിസോറാം, ത്രിപുര എന്നിവിടങ്ങളിലും കനത്ത മൂടൽമഞ്ഞിനും സാധ്യതയുണ്ട്. കേരളം, ലക്ഷദ്വീപ്, തെക്കൻ തമിഴ്നാട് മേഖലകളിൽ മഴയ്ക്ക് സാധ്യതയുള്ളതായും മുന്നറിയിപ്പുണ്ട്. മൂടൽമഞ്ഞുള്ള കാലാവസ്ഥയിൽ സുഗമമായ റെയിൽ യാത്ര ഉറപ്പാക്കാനായി 20,000 ഫോഗ് പാസ് ഉപകരണങ്ങൾ ഒരുക്കി ഇന്ത്യൻ റെയിൽവേ. മൂടൽമഞ്ഞുള്ള സാഹചര്യത്തിൽ ലോക്കോ പൈലറ്റിന് സഹായകമാകുന്ന GPS അധിഷ്ഠിത നാവിഗേഷൻ ഉപകരണമാണ് ഫോഗ് പാസ്. സിഗ്നൽ, ലെവൽ ക്രോസിംഗ് ഗേറ്റ്, വേഗതാ നിയന്ത്രണങ്ങൾ തുടങ്ങിയവ സംബന്ധിച്ച് ലോക്കോ പൈലറ്റുമാർക്ക് തത്സമയ വിവരങ്ങൾ നൽകാൻ ഇതിലൂടെ സാധിക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു. ഉത്തരേന്ത്യയിൽ ശൈത്യകാലത്ത് മൂടൽമഞ്ഞിനെ തുടർന്ന് നിരവധി ട്രെയിനുകൾ റദ്ദാക്കേണ്ടി വരുന്ന സാഹചര്യം കണക്കിലെടുത്താണ് തീരുമാനം. ഉത്തർപ്രദേശിലെ മിക്ക ജില്ലകളിലും തണുപ്പും മൂടൽമഞ്ഞും സാധാരണ ജനജീവിതത്തെ ബാധിച്ചു. കഴിഞ്ഞ ദിവസം പെയ്ത മഴയെ തുടർന്ന് ലഖ്നൌ, കാൺപൂർ, ഝാൻസി, പ്രതാപ്ഗഡ്, ഹാമിർപൂർ തുടങ്ങി പല ജില്ലകളിലും കുറഞ്ഞ താപനില 1 മുതൽ 2 ഡിഗ്രി വരെ കുറഞ്ഞു. ലഖ്നൌ, മൌ ജില്ലകളിലെ 8ാം ക്ലാസ് വരെയുള്ള എല്ലാ സ്കൂളുകൾക്കും മറ്റന്നാൾ വരെ അവധി പ്രഖ്യാപിച്ചു. ആശുപത്രികളിൽ രക്തത്തിന് അമിതവില ഈടാക്കുന്നത് തടയാൻ നടപടികളുമായി സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ. രക്തം വാങ്ങുന്നതിനുള്ള പ്രോസസിംഗ് ഫീസ് ഒഴികെയുള്ള എല്ലാ ചാർജുകളും CDSCO നിരോധിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ നൽകിയിട്ടുള്ള മാർഗ്ഗനിർദ്ദേശങ്ങൾ എല്ലാ സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും കൃത്യമായി പാലിക്കണമെന്നും നിർദ്ദേശമുണ്ട്. ഇറാനിലെ കെർമാൻ നഗരത്തിലുണ്ടായ ബോംബ് സ്ഫോടനങ്ങളിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ദുഃഖം രേഖപ്പെടുത്തി. സ്ഫോടനങ്ങളിൽ നടുക്കം രേഖപ്പെടുത്തിയ വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ ഇറാൻ സർക്കാരിനും ജനതയ്ക്കും ഐക്യദാർഢ്യം അറിയിച്ചു. ഇറാനിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ഇരട്ട സ്ഫോടനങ്ങളിൽ 100-ലേറെ പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം. 150-ലേറെ പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. US ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ മുൻ സൈനിക മേധാവി ജനറൽ ഖാസിം സുലൈമാനിയുടെ 4ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട ചടങ്ങുകൾ നടക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായത്. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ യമനിലെ ഹൂതികൾക്ക് പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യരാഷ്ട്രങ്ങൾ സംയുക്ത മുന്നറിയിപ്പ് നൽകി. US, ഓസ്ട്രേലിയ, ബഹ്റിൻ, ബെൽജിയം, കാനഡ, ഡെൻമാർക്ക്, ജർമ്മനി, ഇറ്റലി, ജപ്പാൻ, നെതർലാൻഡ്സ്, ന്യൂസിലാൻഡ്, UK എന്നീ 12 രാജ്യങ്ങളാണ് സംയുക്ത പ്രസ്താവനയിലൂടെ ഇക്കാര്യം അറിയിച്ചത്. ആഗോള സമ്പദ് വ്യവസ്ഥയെ ഭീഷണിപ്പെടുത്തുന്നത് തുടർന്നാൽ ഹൂതികൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് സഖ്യം പറഞ്ഞു. ആക്രമണം തുടർന്നാൽ വിമതർക്കെതിരെ നേരിട്ടുള്ള ആക്രമണം നടത്താൻ അമേരിക്കൻ ഭരണകൂടം ആലോചിക്കുന്നതായി വന്ന നിരവധി റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ പ്രസ്താവന. യമന്റെ ഭൂരിഭാഗവും നിയന്ത്രിക്കുന്ന ഇറാൻ അനുകൂല ഹൂതികൾ 20-ലധികം കപ്പലുകൾക്ക് നേരെ നിരവധി ഡ്രോണുകളും മിസൈലുകളും പ്രയോഗിച്ചിരുന്നു. ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് ഈ മാസം 12-ന് മഹാരാഷ്ട്രയിൽ സംഘടിപ്പിക്കുന്ന ദേശീയ യുവ കായികമേളയുടെ ഒരുക്കങ്ങൾ വിലയിരുത്തി കേന്ദ്ര കായിക മന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ. ഇന്നലെ നടന്ന അവലോകന യോഗത്തിൽ ഉപമുഖ്യമന്ത്രിമാരായ ദേവേന്ദ്ര ഫട്നാവിസ്, അജിത് പവാർ തുടങ്ങിയവർ പങ്കെടുത്തു. നാസിക്കിൽ നടക്കുന്ന മേള പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 2ാം ദിവസത്തെ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. 2ാം ഇന്നിംഗ്സിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 62 റൺസ് എന്ന നിലയിലാണ് ദക്ഷിണാഫ്രിക്ക. ആദ്യ ഇന്നിംഗ്സിൽ 55 റൺസിന് ടീം പുറത്തായിരുന്നു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 153 റൺസിന് പുറത്തായി. ഇന്ത്യയ്ക്ക് നിലവിൽ 36 റൺസിന്റെ ലീഡുണ്ട്. അണ്ടർ-19 ത്രിരാഷ്ട്ര ഏകദിന ക്രിക്കറ്റ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാനെ നേരിടും. ദക്ഷിണാഫ്രിക്കയിലെ ജോഹന്നസ്ബർഗിൽ അല്പസമയത്തിനകം കളി ആരംഭിക്കും. ചൊവ്വാഴ്ച നടന്ന കളിയിൽ ദക്ഷിണാഫ്രിക്കയെ 7 വിക്കറ്റിന് ഇന്ത്യ പരാജയപ്പെടുത്തിയിരുന്നു. ദക്ഷിണാഫ്രിക്കയുമായുള്ള ഇന്ത്യയുടെ അടുത്ത മത്സരം മറ്റന്നാൾ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ദേശീയ താൽപര്യം മുൻനിർത്തിയാണ് കേന്ദ്ര സർക്കാർ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയാണ് സർക്കാരിന്റെ മുൻഗണനയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി. വിദേശകാര്യമന്ത്രി S. ജയശങ്കറിന്റെ 2 ദിവസത്തെ നേപ്പാൾ സന്ദർശനത്തിന് തുടക്കമായി. 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് കൊല്ലത്ത് തിരിതെളിഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ അതിശൈത്യം തുടരുന്നു. ട്രെയിൻ ഗതാഗതത്തെ മൂടൽമഞ്ഞ് തടസ്സപ്പെടുത്തി. ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിലെ 2ാം ദിന മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ചെങ്കടലിൽ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണം അവസാനിപ്പിക്കാൻ ഹൂതി വിമതർക്ക് അന്ത്യശാസനം നൽകി അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള സഖ്യരാഷ്ട്രങ്ങൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.